പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജൂൺ മാസം 19-ാം തീയതി ഹല്ലേലൂയ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആമേൻ സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റത്? കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. സ്തുതികൾക്ക് യോഗ്യൻ അങ്ങാണ്, ആരാധനകൾക്ക് യോഗ്യൻ അങ്ങാണ്, പുകഴ്ചകൾക്ക് യോഗ്യൻ അങ്ങാണ്. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നപ്പാ, അങ്ങേ സ്തുതിക്കുന്നപ്പാ. സകല നന്മകൾക്കും ഉറവിടമായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകല അനുഗ്രഹത്തിൻ്റെ കാരണഭൂതനായവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു 42-ാം സങ്കീർത്തനം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. 4-ാമത്തെ വാക്യം, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്കും സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആ കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് വീണ്ടും സ്തോത്രം പറയാം. ആമേൻ. നമ്മൾ രഹസ്യത്തിൽ സ്തോത്രം പറയുക മാത്രമല്ല, പരസ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി മാറുകയും ചെയ്യണം. ആമേൻ. സമൂഹമധ്യേ കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് പറയണം. സമൂഹമധ്യേ ദൈവം നിങ്ങളെ നടത്തിയത് നിങ്ങൾ സാക്ഷീകരിക്കുമ്പോഴാണ് ആ യഥാർത്ഥ നന്ദിയുള്ളവരായി നമ്മൾ മാറുന്നത്. പലരും രഹസ്യത്തിൽ സ്തോത്രം പറയും, സമൂഹത്തിൽ പറയത്തില്ല. സമൂഹത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നമ്മൾ പറയാൻ മടിയാണ്, നമുക്ക് പേടിയാണ്, നമുക്ക് നാണക്കേട് പോലെ. അങ്ങനെ ആകരുത്. യേശുവിനെ ഉയർത്തി പറയുന്നതിൽ ഒരിക്കലും ലജ്ജിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഏക ഹൃദയത്തോടെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അപ്പയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക ഫേവർ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ ദൈവിക ആരോഗ്യമുള്ളവരായിത്തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേലുള്ള എല്ലാ നിന്ദകളും മാറി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ മഹത്വം ഇറങ്ങി വരട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പാരമ്പര്യ ശാപങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ആ ശാപങ്ങൾ മാറി യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ മാറി ഇവർ ആരോഗ്യമുള്ളവരായി മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറി സമൃദ്ധിയുള്ളവരായി തീരട്ടെ. കർത്താവിൻ്റെ പ്രത്യേക പ്രൊവിഷനും പ്രൊട്ടക്ഷനും തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇവരെ മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യും. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം, അവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളവർ അതിനകത്ത് പുറത്തു വരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ലോകവ്യാപകമായ ഒരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവുണ്ടാകട്ടെ. ദൈവനാമം ലോകവ്യാപകമായി മഹിമപ്പെടുവാൻ അങ്ങയുടെ അഭിഷക്തന്മാരെയും അങ്ങയുടെ മക്കളെയും അങ്ങ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൃപ കൂടെയിരിക്കണം, സാന്നിധ്യം കൂടെയിരിക്കണം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഈ പോയ ദിവസങ്ങളിലൊക്കെയും കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞു. തിങ്കളാഴ്ചത്തെയും അതുപോലെ തന്നെ ഇന്നലെ ബുധനാഴ്ചത്തെയും മീറ്റിങ്ങിനെ കർത്താവ് ഏറ്റവും ഗ്ലോറിയസ് ആക്കി മാറ്റി. അതിന് കർത്താവിന് സ്തോത്രം. ഇനി കർത്താവ് അനുവദിച്ചാൽ വെള്ളിയാഴ്ച, അതായത് നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭാ യോഗം ആരംഭിക്കും. എല്ലാ ദൈവമക്കളും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, ഞാൻ നിങ്ങളോടുകൂടെ
നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. എന്നിട്ട് പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവ് എന്നാ പറഞ്ഞു? ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ ഈ വാക്യത്തിനായിട്ട്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ്, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് മാറി നിന്ന് നമ്മളെ ഒറ്റയ്ക്ക് ഈ ഭൂമിയിലാക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്നതായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ലോകത്തിൻ്റെ അവസാനത്തോളം നമ്മൾ എന്ന് ഇവിടുന്ന് എടുക്കപ്പെടുന്നു അന്നുവരെ നമ്മൾ ദൈവ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തെന്ന് വരത്തില്ല. ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ലേലും ആമേൻ. നമുക്ക് അനുഭവം ഉണ്ടായാലും അനുഭവം ഇല്ലെങ്കിലും പലപ്പോഴും നമ്മൾ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇല്ല, അനുഭവം ഉണ്ടെങ്കിലും ഇല്ലേലും കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കാരണം തിരുവെഴുത്തിൽ പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പം നമ്മളെങ്ങനെ ആ സാന്നിധ്യത്തെ അനുഭവിക്കും? ചിലപ്പം നമ്മൾ വിചാരിക്കും, കർത്താവേ എനിക്കിന്നും നമ്മൾ ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ, കർത്താവേ അങ്ങ് എവിടെയാണ്? അങ്ങ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ, അങ്ങയുടെ സാന്നിധ്യമില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ഈ വചനം ഓർക്കണം. കർത്താവ് പറഞ്ഞു, ആമേൻ, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറഞ്ഞു, ആമേൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നൊക്കെയുള്ള വചനം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അനാഥരാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാകില്ല. ഒരു സീക്രട്ട് പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ കൂടെ ആരുമില്ല, നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്നൊക്കെ തോന്നുമ്പോൾ എന്നാ ചെയ്യണം? ആ കൈകളിങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ എപ്പോഴും അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തമുള്ളതിനായി സ്തോത്രം. അതുകൊണ്ട് ഇപ്പോഴും അങ്ങ് കൂടെയുള്ളതിന് സ്തോത്രം. ഇപ്പോഴും അങ്ങൻ്റെ കൂടെയുള്ളതിന് സ്തോത്രം. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നോക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, കർത്താവേ എൻ്റെ കൂടെ നീ വരണേ, എൻ്റെ കൂടെ നീ വരണേ, എൻ്റെ കൂടെ നീ വരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വഴക്കുണ്ടാക്കാൻ നോക്കും. അങ്ങനെ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊന്ന് സ്തോത്രം പറഞ്ഞാൽ മതി, ആ കൈകൾ ഉയർത്തിയാൽ മതി, കർത്താവിനോടൊന്ന് പറഞ്ഞാൽ മതി, അങ്ങൻ്റെ കൂടെ ഉള്ളതിന് സ്തോത്രമെന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പം നമുക്കത് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉള്ളതോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുറേ ആളുകളുടെ കൂട്ടുകെട്ടുള്ളതോ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഫോളോവേഴ്സ് ഉള്ളതല്ല. നമ്മുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് ഫീലായാലും ഫീലായില്ലേലും ആമേൻ, ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. അത് ഇനി എങ്ങനെ അനുഭവിക്കും? നമ്മളങ്ങ് വിശ്വസിക്കണം. നമ്മുടെ വാ കൊണ്ട് നമ്മൾ പറയണം, കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ, അങ്ങൻ്റെ കൂടെയുള്ളതിനായി സ്തോത്രം. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു നോക്കി, അങ്ങൻ്റെ കൂടെയുള്ളതിനായി സ്തോത്രം. ആമേൻ. അങ്ങൻ്റെ കൂടെയുള്ളതിനായി സ്തോത്രം. കർത്താവിൻ്റെ പ്രത്യേകത, എന്തെങ്കിലും വിഷയം വരുമ്പം സാധാരണ കൂട്ടുകാരും ബന്ധുക്കളും ഓടി മാറുന്നത് പോലെ കർത്താവ് ഓടി മാറത്തില്ല. കർത്താവ് എല്ലാ നാളും എപ്പോഴും കൂടെയിരിക്കും. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോയാൽ പിന്നെ അവരാരും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. നമുക്കെന്തെങ്കിലും തിന്മയായിട്ട് ഭവിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവരും നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോകും. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് നമ്മൾ ഉള്ളങ്കയിൽ വരച്ചിരിക്കുക. ആമേൻ, ആമേൻ. അമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് യെശയ്യാ 49 പറഞ്ഞതുപോലെ ഞാൻ നിന്നെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്ന ദൈവമാണ്. അപ്പം കർത്താവിൻ്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആരൊക്കെ മാറിപ്പോയാലും കർത്താവ് മാറിപ്പോകത്തില്ല. കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അതൊന്ന് അനുഭവിച്ചാൽ മതി. എങ്ങനെ അനുഭവിക്കും? കർത്താവേ, അങ്ങയുടെ പ്രസൻസ് എൻ്റെ കൂടെയുള്ളതിന് സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെയുള്ളതിന് നന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ ആ അനുഭവത്തിൽ ജീവിക്കുവാൻ തുടങ്ങും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക സാന്നിധ്യവും ദൈവിക സമാധാനവും ഇന്ന് പകൽക്കാലം എക്സ്ട്രാ ഓർഡിനറിയായി അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.